ഇന്ന് നമുക്ക് എലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1.5 കപ്പ് തേങ്ങ, 1 മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ നെയ്യ്, കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ് ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഇനി നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒരു മുട്ട ചേർക്കാം. ഇനി മൈദ ചേർക്കാം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ ബാറ്ററിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. ഇപ്പോൾ കാഷ്യൂ റോസ്റ്റ് ആയി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇപ്പോൾ കിസ്മിസും കാഷ്യൂവും ആവശ്യത്തിന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഡ്രൈ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ആൻഡ് കിസ്മിസും ചേർക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വളരെ കട്ടി കുറച്ച് നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വയ്ക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ പാൻ കേക്ക്സും തയ്യാറാക്കി റോൾ ചെയ്തെടുക്കാം. എലാഞ്ചി തയ്യാറായി കഴിഞ്ഞു. ഏകദേശം ഈ ഒരു അളവിൽ 10 എണ്ണം ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.